ഇറാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇറാനെ പൂർണ്ണമായും ചൈനയുടെയും റഷ്യയുടെയും അടക്കം പിന്തുണയുണ്ട്. പക്ഷേ ഒരിക്കലും നേരിട്ട് ഇറാനൊപ്പം യുദ്ധക്കളത്തിലേക്ക് റഷ്യയും ചൈനയും ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് യുദ്ധവിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിലേക്കായിരിക്കും എത്തിക്കുക. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഗതിയിലേക്ക് എത്താതിരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ ഇറാന് പിന്നിൽ നിന്ന് പൂർണ്ണ പിന്തുണ അത് ആയുധബലമായിട്ട് തന്നെയാണ് ചൈന നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തെ ചെറുക്കാൻ ആവശ്യമായ ആയുധങ്ങൾ ഇറാന് ലഭിക്കുന്നത് ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. ഇറാനുമായി നേരിട്ട് ആയുധ ഇടപാടുകൾ നടത്തുന്നുവെന്ന അഭ്യൂഹങ്ങൾ ചൈന നിഷേധിച്ചിട്ടുണ്ടെങ്കിലും വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പുനർനിർമ്മിക്കാൻ ചൈനയുടെ സഹായം ഇറാന് ലഭിക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. നേരിട്ട് വൻതോതിലുള്ള ആയുധ ഇറക്കുമതിയല്ല ഇറാൻ നടത്തുന്നത്, മറിച്ച് ചൈനയിൽ നിന്ന് ഇറാൻ ചെറുഘടകങ്ങളുടെ ഇറക്കുമതി നടത്തുന്നുണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത്. 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ചൈനയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങാൻ ഇറാൻ പദ്ധതി ഇട്ടിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. അതായത് സൂപ്പർസോണിക് കപ്പൽവേധ മിസൈലായ CM-302 ചൈനയിൽ നിന്ന് വാങ്ങാനായി ഇറാൻ പദ്ധതിയിടുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചൈനയുടെ YJ-12 മിസൈലിന്റെ കയറ്റുമതി പതിപ്പാണ് CM-302. വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള വലിയ യുദ്ധക്കപ്പലുകളെ തകർക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഈ മിസൈൽ എന്നതാണ് പ്രത്യേകത. 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷമാണ് ഇറാൻ ഇത്തരത്തിലൊരു നീക്കം നടത്താനായിട്ട് ആരംഭിച്ചത്. 2026 ഫെബ്രുവരിയോടടുത്ത് ഈ ഇടപാട് പൂർത്തിയാകുമെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതായത് ഫെബ്രുവരി 28-നാണ് ഇസ്രായേൽ ഇറാനിൽ കയറി രണ്ടാമതും ആക്രമണം നടത്തി ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷാവസ്ഥ ആരംഭിച്ചത്. അങ്ങനെ വരികയാണെങ്കിൽ ചൈനയിൽ നിന്ന് ഈ അതിമാരകമായിട്ടുള്ള ആയുധങ്ങൾ ഇറാനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഉദ്യോഗസ്ഥർ ചൈന സന്ദർശിച്ചതായുള്ള റിപ്പോർട്ടുകളും നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഇറാന്റെ കയ്യിൽ ഈ പറയുന്ന ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളുടെ വലിയൊരു ശേഖരം അവിടെ ഉണ്ടാകും. ചൈന ഇക്കാര്യങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നിഷേധിച്ചിരുന്നു. ഖമേനി കൊല്ലപ്പെട്ട US ഇസ്രായേൽ ആക്രമണത്തിന് തൊട്ടു മുമ്പ് വെള്ളിയാഴ്ച മിഡിൽ ഈസ്റ്റായിൽ വന്ന ഒരു റിപ്പോർട്ട് ചൈന ടെഹ്റാനെ ആക്രമണ ആയുധങ്ങളും അധിക പ്രതിരോധ ആയുധങ്ങളും എങ്ങനെ നൽകിയെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. അതേസമയം ഇറാനും ചൈനയും ചൈനീസ് നിർമ്മിത CM-302 കപ്പൽവേധ മിസൈലുകൾക്കായുള്ള ഒരു കരാറിലേക്ക് അടുക്കുകയാണെന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ നിലവിലുള്ള ആയുധപ്പുരയുടെ ഭൂരിഭാഗവും തദ്ദേശീയമായി നിർമ്മിച്ചതാണെങ്കിലും അവയിൽ പലതും പഴയ ചൈനീസ് ഡിസൈനുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്, അല്ലെങ്കിൽ ചൈനീസ് നിർമ്മിത ഘടകങ്ങളെ ആശ്രയിച്ചാണ്. പതിറ്റാണ്ടുകളായി ടെഹ്റാന്റെ ആയുധപ്പുര കെട്ടിപ്പടുക്കുന്നതിൽ ചൈന വഹിച്ച പങ്ക് ഇങ്ങനെയാണ്. വിപുലമായ ചൈനീസ് സഹായമില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഡ്രോൺ മിസൈൽ ശേഷികൾ ഇറാൻ കൈവരിക്കുമായിരുന്നില്ലെന്നാണ് മുതിർന്ന പത്രപ്രവർത്തകരും പ്രതിരോധ വിദഗ്ധരുമായ സന്ദീപ് ഉണ്ണിത്താൻ അടക്കം ഇന്ത്യ ടുഡേയുടെ അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. ചൈനയിലെ എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത HQ-9B ദീർഘദൂര മിസൈലുകളെയും ഇറാൻ ആശ്രയിക്കുന്നുണ്ട്. 260 കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് അവകാശവാദം. ഒരേ സമയം 100 ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും 8ഓളം ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താനും ഇവയ്ക്ക് ശേഷിയുണ്ടെന്നും ചൈന അവകാശപ്പെട്ടിരുന്നു. ഇറാനിൽ ആണവ നിലയങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും കാവലാളായാണ് ഇറാൻ HQ-9Bയെ ആശ്രയിച്ചിരുന്നത്. ചൈനയിൽ നിന്നുള്ള YLC-8B റഡാറും ഇറാന്റെ കരുത്താണ്. 2025 ഇതിന്റെ വിതരണം ആരംഭിച്ചിരുന്നു. F-35B2 വിമാനങ്ങളെ കണ്ടെത്തുന്നതിലും ഈ 3D റഡാറുകൾ മികച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ. ഫത്ത ബാലിസ്റ്റിക് മിസൈലുകളും ഷഹീദ് കാമിക്കീസ് ഡ്രോണുകളും ഉൾപ്പെടെ ഇറാന്റെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വിപുലമായ ശേഖരം ആഭ്യന്തര ഗവേഷണ വികസന പരിപാടികളുടെ ഫലമാണ്. നൂർ, ഖാദർ, നാസർ ക്ലാസുകൾ പോലുള്ള ചിലത് 2005 മുമ്പ് വിതരണം ചെയ്ത C-802 പോലുള്ള ചൈനീസ് സിസ്റ്റങ്ങളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്.
എന്നിരുന്നാലും ഇറാൻ പോലുള്ള ഉപരോധിത രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കാൻ ചൈന ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും മറ്റു വഴികളിലൂടെ അവർ സഹായം നൽകുന്നു. ഉദാഹരണത്തിന് മൈക്രോ ചിപ്പുകൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ തുടങ്ങിയ ഇരട്ട ഉപയോഗ ഘടകങ്ങൾ അവർ ഇപ്പോഴും ടെഹ്റാനിൽ നൽകുന്നു. യഥാർത്ഥത്തിൽ സിവിലിയൻ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇവ ഡ്രോണുകൾ പോലുള്ള സൈനിക ഉപകരണങ്ങളിലേക്കും പുനഃക്രമീകരിക്കാൻ കഴിയും. ഇറാനും ഇസ്രായേലും US-ഉം തമ്മിലുള്ള നിലവിലെ സംഘർഷത്തിൽ ചൈനീസ് ആയുധ സംവിധാനങ്ങൾ ഇതിനകം തന്നെ സജീവമാണ്. ഉദാഹരണത്തിന് 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം 2025 ഇറാനിൽ നിന്ന് ഏറ്റവും HQ-9B വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എടുക്കുക, ടെഹ്റാനിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇസ്രായേലി US ജെറ്റുകൾ ലക്ഷ്യം വെച്ചിരുന്നു. എന്നിരുന്നാലും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ ഇറാനിൽ എത്ര ലക്ഷ്യങ്ങൾ ആക്രമിച്ചു എന്നത് കണക്കിലെടുക്കുമ്പോൾ അമേരിക്കൻ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾക്കെതിരെ അവയുടെ പ്രകടനം മികച്ചതല്ല. ചൈനയുടെ CM-302 സൂപ്പർസോണിക് കപ്പൽ വിരുദ്ധ മിസൈൽ സംവിധാനം ടെഹ്റാനിൽ നിന്ന് വാങ്ങുന്നതിനുള്ള ഒരു കരാറിലേക്ക് ഇറാനും ചൈനയും അടുക്കുകയാണെന്ന് കഴിഞ്ഞ ആഴ്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഡ്രോണുകളെ ആക്രമിക്കുന്നതിനും HQ-16, HQ-17AE പോലുള്ള കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുമായി ചൈന കപ്പലുകൾ അയച്ചിട്ടുണ്ടെന്നും അറബ് ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഫത്ത ക്ലാസ് ഹൈപ്പർസോണിക് മിസൈൽ സിസ്റ്റത്തിന്റെ സ്വന്തം സ്റ്റോക്കുകൾക്ക് അനുബന്ധമായി ചൈനയുടെ DF-17 ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈൽ വാങ്ങാനും ഇറാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മാസങ്ങൾ നീണ്ട ആസൂത്രണങ്ങൾക്കും രഹസ്യാന്വേഷണ നീക്കങ്ങൾക്കും ശേഷമാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അടക്കമുള്ളവരെ ഉന്നതരെ വധിച്ച സൈനിക ഓപ്പറേഷൻ ഇസ്രായേലും US-ഉം നടത്തിയത്. അതേസമയം തന്നെ ഉയരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് തൊട്ട് പിന്നാലെയായിരുന്നു ഈ നടപടി. എന്നാൽ പ്രധാനമന്ത്രി മോദി ഇസ്രായേൽ വിട്ടതിന് ശേഷമാണ് ഇറാനെതിരായ നീക്കത്തിനുള്ള അവസരം ലഭിച്ചതെന്നാണ് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതിയുടെ വെളിപ്പെടുത്തൽ. മോദിയുടെ സന്ദർശന വേളയിൽ ഇറാനെതിരായ ആക്രമണങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന ഇസ്രായേൽ അംബാസിഡർ റൂവൻ നസർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി മോദി പോയതിനു ശേഷം മാത്രം ലഭിച്ച ഒരു അവസരമായിരുന്നു അത്. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വേളയിൽ പ്രധാനമായും പ്രാദേശിക വികസനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. തങ്ങൾക്കറിയാത്ത എന്തെങ്കിലും കാര്യം പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നും ഇസ്രായേൽ സ്ഥാനപതി പറഞ്ഞു. ഫെബ്രുവരി 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നെതന്യാഹുവും നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും 17 കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. സന്ദർശനം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചു. ഇസ്രായേലിനെതിരെ ഇറാൻ വർഷങ്ങളായി ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഇറാനിയൻ ഭരണകൂടത്തെയും അവരുടെ സൈനിക സംവിധാനങ്ങളെയും മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ അടുത്തതായി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാനും അതോടൊപ്പം തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികൾ ആരാണെന്നും അവരുടെ കൃത്യമായ സ്ഥാനം എവിടെയാണെന്നും ഇസ്രായേലിനെ ഭീഷണിയാകുന്ന എല്ലാ കഴിവുകളെക്കുറിച്ചും അറിയാനും ആവശ്യമായ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചിരുന്നു. ആക്രമണത്തിന്റെ ആസൂത്രണം സംബന്ധിച്ച് ഇസ്രായേൽ സ്ഥാനപതി പറഞ്ഞു.